ഹായ് ഗായ്സ്, വെൽക്കം ടു നോർത്ത് കൊറിയ. ഈ ബാക്കിൽ കാണുന്ന പാലം കടന്നു കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് നോർത്ത് കൊറിയയിലാണ്. നോർത്ത് കൊറിയൻ ഡ്രസ് ഇട്ട് നോർത്ത് കൊറിയ പോകുന്ന ആദ്യത്തെ മലയാളിയായിരിക്കും നിങ്ങളുടെ ദില്ലു. നല്ല പ്രായമുള്ള മനുഷ്യനാട്ടോ അത്. പോലീസുകാർ ഇങ്ങനെ റൗണ്ട് എടുക്കും തോക്കും വെച്ചോണ്ട്. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ആൻഡ് ദ ബിഗ് ഡേ ഈസ് ഹിയർ. ലൈഫിൽ വളരെ വളരെ ചുരുക്കം ആൾക്കാർക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹമാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ നോർത്ത് കൊറിയ കാണാൻ പോവാണ്. കിം ജോങ് യുനെ കാണാൻ പറ്റുമോ? മിക്കവാറും നമുക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തോട്ടോ, അതൊക്കെ ചെക്ക് ചെയ്യാം. തിരിച്ചു വന്നാൽ മതിയായിരുന്നു. അതെ, ബാക്കി നമ്മൾ നടന്നുള്ള ഓരോ വിശേഷങ്ങൾ കാണാം. ഇന്നത്തെ സംഭവം നമ്മൾ നോർത്ത് കൊറിയ വിസിറ്റ് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഡഡോങ് എന്ന് പറയുന്ന ഈ ഒരു നോർത്ത് ഈസ്റ്റേൺ കോർണർ ഓഫ് ചൈനയിൽ വന്നിരിക്കുന്നത്. സോ കാണാൻ പോകുന്നതുകൊണ്ടാണ് ഞാൻ കുറച്ച് പുതിയ ജാക്കറ്റ് ഒക്കെ ഇട്ടു, കുറച്ച് ക്യൂട്ട് ലുക്ക് ഒക്കെ. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ കൊല്ലാൻ തോന്നരുതല്ലോ. സോ അതായത് നമ്മുടെ യൂണിക്ലോന്റെ അയാൻ എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് ഡിസൈനറിന്റെ കൊളാബറേഷനിൽ ചെയ്ത ഗ്ലൗസും അതിന് മാച്ചിങ് ആയിട്ടുള്ള കുർത്തി. ഇത് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ആർക്കും ഉപദ്രവിക്കാൻ തോന്നില്ല. പാവം പയ്യനാന്ന് തോന്നുന്നു, എന്നെ കൊല്ലാൻ ചാൻസ് ഉണ്ട്. സോ ഗൈസ്, വെൽക്കം ടു നോർത്ത് കൊറിയ. നമ്മൾ നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, യാലു റിവർ ഹോട്ടൽ. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ മാക്സിമം 1 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരു യാലു ബ്രോക്കൺ ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജ് അവിടെ എത്തിയിട്ട് പറയാം. ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ വി ആർ ഇൻ നോർത്ത് കൊറിയ. രാവിലെ ബണ്ണൊക്കെ നന്നായി കഴിച്ചാട്ടാ. കൊറിയൻ ഭക്ഷണം അറിയാലോ, ഇന്നലെ കഴിച്ചാണല്ലോ. കഴിക്കാൻ പറ്റുമെന്ന് അറിയാമല്ലോ, അതുകൊണ്ട് ഫുഡ് കഴിക്കാം. അതേ പറഞ്ഞത്, ഇന്നലെ കഴിച്ചിട്ടുണ്ടല്ലോ, ആൾ ഔട്ടായി പോയി ടോട്ടൽ. ഞാനങ്ങ് തീർന്നു. അപ്പൊ ഇന്ന് കൊറിയൻ ഫുഡ് ഒന്നും ഇല്ല കേട്ടാ. കൊറിയ കേറിയാൽ മതി, പട്ടിണി കിടന്നാലും കുഴപ്പമില്ലല്ലോ. ഗൈസ്, അങ്ങനെ ലോകത്ത് വളരെ ചുരുക്കം ആൾക്കാർ നേരിട്ട് കണ്ടൊരു സ്ഥലം നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുവാണ്. നമ്മൾ മാക്സിമം അതിൻ്റെ അടുത്തേക്ക് പോകുന്നതായിരിക്കും. ഇതാണ് യൂലു റിവർ. ഈ റിവറിൻ്റെ അപ്പുറം കാണുന്നതാണ് നോർത്ത് കൊറിയ. അതിന് മുമ്പ് എനിക്ക് കാണിക്കാനുള്ളത് കുറച്ച് ഇവരുടെ ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ് ഉണ്ട്. ഇത് ആക്ച്വലി ഒരു നോർത്ത് കൊറിയ സിനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനീസ് ഫ്രണ്ട്ഷിപ്പ് മോണ്യുമെൻ്റ് ആണ്. കാരണം പറയുന്ന മുമ്പ് ഇവിടുത്തെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് അട്രാക്ഷൻ കാണിക്കുന്നത് ഇത് യാലു റിവർ എന്ന് പറഞ്ഞ റിവറാണ്. ഈ കാണുന്ന ഒരു ബ്രോക്കൺ ബ്രിഡ്ജ് എന്നാണ് ബ്രിഡ്ജിൻ്റെ പേര്. ട്രക്സ് പോകുന്നതുകൊണ്ട് അത് ചൈനയിൽ നിന്ന് സാധനങ്ങൾ നോർത്ത് കൊറിയയിലേക്ക് കൊണ്ടുപോവാണ്. ഇത്രയും പറഞ്ഞതിന് ശേഷം ഞാൻ ഒരു റഫായിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ലെസൺ പറയാം. കാരണം ഈ ഇങ്ങനത്തെ സ്ഥലത്ത് വന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ വളരെ മോശമാണ്. സോ ഞാൻ കുറച്ച് പോയിന്റ്സ് നോട്ട് ചെയ്തിട്ടുണ്ട്. 1909 ഈ ബ്രിഡ്ജിൻ്റെ, യാലു റിവർ ബ്രിഡ്ജിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയത്. ആൻഡ് 1911 ഇത് കൺസ്ട്രക്ഷൻ കഴിഞ്ഞപ്പോഴാണ് വേൾഡിലെ ലാർജസ്റ്റ്, ഇത് റെയിൽവേ ബ്രിഡ്ജായിരുന്നേ, വേൾഡിലെ ലാർജസ്റ്റ് ട്രെയിൻ നെറ്റ്വർക്ക് ഉണ്ടായത്. സോ ദിസ് ഇസ് ദ ഓൺലി ബ്രിഡ്ജ് ദാറ്റ് കണക്ട്സ് ചൈന ടു കൊറിയൻ പെനൻസുല. സോ 1911 കഴിഞ്ഞിട്ട് 1937 അവർ ചൈനക്കാർ ഒരു ബ്രിഡ്ജും കൂടെ പണിതു. ദാറ്റ് ഈസ് ടു ഷോ ദ ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ ദ കൊറിയൻ പെനൻസുല ആൻഡ് ചൈന. പക്ഷേ ഇതിന് ശേഷമാണ് 1950 to 1953 3 വർഷം കൊറിയൻ വാർ ഉണ്ടായത്. സോ ഈ കൊറിയൻ വാർ ഉണ്ടായ ടൈമിൽ അതിൻ്റെ ഫോട്ടോ ഞാൻ കാണിക്കാവേ. ഈ ബ്രിഡ്ജിൻ്റെ ഒരു സൈഡ്, കൊറിയൻ സൈഡ് അമേരിക്കൻസ് ബോംബ് ചെയ്തു. അങ്ങനെയാണ് ബ്രോക്കൺ ബ്രിഡ്ജ് എന്ന് വന്നത്. ആൻഡ് ദേ വർ വെരി കെയർഫുൾ ടു ബോംബ് ഒൺലി ദ കൊറിയൻ സൈഡ്, ബിക്കോസ് ചൈനീസ് സൈഡിൽ അന്ന് അവർ ബോംബ് ചെയ്തായിരുന്നെങ്കിൽ അതൊരു വേൾഡ് വാർ 3 ആയി മാറിയേനെ. സോ അത് ചെയ്യാതെ അവർ കൊറിയൻ സൈഡിൽ മാത്രം ചെയ്തു. ആൻഡ് പിന്നെ ഒരു 1988 1990s തൊട്ട് the tourism just took off. This is the only way even Chinese people can see North Korea. ഇപ്പോൾ ചൈനക്കാരാണെങ്കിൽ പോലും, ലോക്കൽ ചൈനീസ് സിറ്റിസൻസ് ആണെങ്കിൽ പോലും അവർക്ക് പോലും നോർത്ത് കൊറിയയുടെ അകത്ത് പ്രവേശനമില്ല. എനിക്കൊന്ന് അടുത്ത വർഷം 2026 തൊട്ട് നമുക്ക് ഗ്രൂപ്പ് ടൂറായിട്ട് പോകാൻ പറ്റും. പക്ഷേ ആസ് ഓഫ് നൗ നോർത്ത് കൊറിയയുടെ അകത്ത് ഈവൻ ചൈനീസ് കനോട്ട് ഗോ. ബട്ട് അവർക്കും നമ്മളെ പോലെ തന്നെ കൗതുകമാണ് എങ്ങനെയാണ് നോർത്ത് കൊറിയയുടെ ലൈഫും നോർത്ത് കൊറിയയുടെ ബിൽഡിങ്സ് എന്നൊക്കെ. സോ അത് കാണാനാണ് എല്ലാവരും ഡഡോങ്ങിൽ വരുന്നത്. സോ നമുക്ക് നോർത്ത് കൊറിയയെ കാണാം. സോ
ഈ ബ്രിഡ്ജുകൾ കണക്ട് ചെയ്യുന്നത് കറക്റ്റ് 990 മീറ്റേഴ്സാണ് ഉള്ളത്. അതിൻ്റെ അപ്പുറം യു ആർ സീയിങ് ഇസ് നോർത്ത് കൊറിയ. ഞങ്ങൾ മാക്സിമം അടുത്തേക്ക് 2 രീതിയിലാണ് നമുക്ക് നോർത്ത് കൊറിയ കാണാൻ പറ്റും. ഒന്ന് ബ്രിഡ്ജിൽ കൂടെ നമുക്ക് ടിക്കറ്റ് എടുത്ത് നടക്കാം, നമ്മുടെ ചൈനീസ് അതിർത്തി വരെ പോകാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ ബോട്ട് എടുക്കാം. ബോട്ട് ടൂർ എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ അടുത്തേക്ക് നമുക്ക് പോയി കാണാൻ പറ്റും. ആദ്യമേ എന്തായാലും നമുക്ക് ബ്രിഡ്ജിൽ കൂടെ ഒന്ന് തന്നെ നടക്കാം. നോർത്ത് കൊറിയ കാണുന്നതിന് മുമ്പ് തന്നെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഞാൻ പറഞ്ഞുതരാം. കാരണം നോർത്ത് കൊറിയക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടെ അവർക്ക് ഒരു കുടിൽ വ്യവസായം പോലെയും പിന്നെ ബിസിനസ് സംസാരിക്കാനൊക്കെ കുറച്ച് നോർത്ത് കൊറിയയിൽ നിന്ന് സെലക്ട് ചെയ്ത ആൾക്കാർ ഇങ്ങോട്ട് അലൗഡ് ആണ്. സോ ഇവിടെ കുറച്ച് നോർത്ത് കൊറിയൻ സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. ഇത് ആക്ച്വലി നമുക്ക് ഇതിട്ട് ഡ്രസ്സ് എടുക്കാനുള്ള നോർത്ത് കൊറിയൻ ട്രഡീഷണൽ ഡ്രസ്സസ് ആണ് ഈ കാണുന്നത്. സോ ഇങ്ങനെയാണ് നോർത്ത് കൊറിയയിലെ പെൺപിള്ളേർ ഡ്രസ്സ് ചെയ്യുന്നത്. ഗൈസ് ട്രഡീഷണൽ നോർത്ത് കൊറിയൻ ഔട്ട്ഫിറ്റ് എനിക്ക് തന്നെ ഭയങ്കര ഒരു രാജ്യാവ് ആയ ഒരു ഫീലാണ് കിട്ടുന്നത്. ഭയങ്കര ക്വാളിറ്റി ആയിട്ട് മെറ്റീരിയൽ നോർത്ത് കൊറിയൻ ആൾക്കാർ നടക്കുന്നത്. അതെ, അവിടെ കുറെ നോർത്ത് കൊറിയൻ പെണ്ണുങ്ങളെ പോലെ ഡ്രസ് ചെയ്ത് നിൽക്കുന്നുണ്ട് ആൾക്കാര്. അവരോട് പോയി ഫോട്ടോ ഒന്ന് ചെയ്യാലോ. അതാണ് ശരിക്കുള്ള നോർത്ത് കൊറിയൻ ജീവിതം. ഞാൻ ഇവിടെ ഒരു മെയിൽ ഷോവനിസ്റ്റോ അങ്ങനെയൊന്നും ആവുമല്ല. പക്ഷെ നോർത്ത് കൊറിയയിലെ ഗവൺമെന്റ് ഒഫീഷ്യൽസിനും അല്ലെങ്കിൽ പവർഫുൾ അതോറിറ്റീസ് ഉള്ളവർക്ക് ഒരാൾക്ക് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സും മൾട്ടിപ്പിൾ ലേഡീസ് ആണ് ഉള്ളത്. അത് ഇവിടുത്തെ ആൾക്കാരോടൊക്കെ ചോദിച്ചാൽ അറിയാം. നമ്മൾ എഴുതിയിട്ടുണ്ട്. അവർക്ക് അതിനുള്ള ഫ്രീഡം ഉണ്ട്. അത് ആക്ച്വലി അബ്യൂസ് ആണ്. ബട്ട് ദാറ്റ്സ് ഹൗ ഇറ്റ് ഇസ് ഓവർ ദെയർ. ഗൈസ് ഇത് കണ്ട, ഇവിടെ ഇതുപോലെ നോർത്ത് കൊറിയയുടെ കറൻസീസ് വിൽക്കുന്നുണ്ട്. ഇത് ശരിക്കുള്ളതാണോ എന്ന് നമുക്കറിയില്ല. പക്ഷെ ഇതുപോലെ നോർത്ത് കൊറിയയുടെ കറൻസീസും വിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോപ്പുലർ ആണെന്ന് കേട്ടത് നോർത്ത് കൊറിയൻ്റെ സിഗരറ്റ്സ്. കുറേ നോർത്ത് കൊറിയൻ സിഗരറ്റ്സും വിൽക്കുന്നുണ്ട്. ഇതേ അതിൻ്റെ മുകളിലെ പാലത്തിൽ കൂടെ ആൾക്കാർ നടന്നു പോകുന്നുണ്ട. ഒരു പാലം ഇത് ആക്ച്വലി ഫോർ വെഹിക്കിൾസ്. ഇപ്പം എനിക്കൊന്ന് ഒരു പാലം ആൾക്കാർക്ക് നടന്നു പോകാൻ വേണ്ടിയുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ആക്ച്വലി ഞാൻ നോക്കിയപ്പോൾ ബസ്സുകളും പോകുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റേ ഈ കണ്ടെയ്നർ ലോറീസ് ഇല്ലേ, അതുപോലത്തെ കുറേ പോകുന്നുണ്ട്. വേറൊരു കാര്യം അറിയാം, നമ്മൾ നോർത്ത് കൊറിയ എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്, ഭയങ്കര ഒരു ഹോസ്റ്റൈൽ റീജിയൻ, ഹോസ്റ്റൈൽ കൺട്രി എന്നൊക്കെയല്ലേ. പക്ഷേ വേൾഡിലെ വൺ ഓഫ് ദ മോസ്റ്റ് പീസ്ഫുൾ ബോർഡേഴ്സാണ് ചൈനയും നോർത്ത് കൊറിയയും. അവർക്ക് ഒരു ബോർഡറിൽ ഇപ്പം ഓപ്പോസിറ്റാണ്. ഇപ്പോൾ സൗത്ത് കൊറിയ നോർത്ത് കൊറിയ ബോർഡർ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ DMZ എന്ന് പറഞ്ഞ ഡിമിലിറ്ററൈസ് സോൺ ഉണ്ട്. അവിടെ മറ്റേ ഫെൻസിങ്ങും ആർമീസും മറ്റേ ഇലക്ട്രിക് ഫെൻസും അതൊക്കെയാണ്. ഇവിടെ ഒന്നുമില്ല. അത്രയും ക്ലോസ് ഫ്രണ്ട്ഷിപ്പാണ് നോർത്ത് കൊറിയയും ചൈനയും തമ്മിലുള്ളത്. ചൈന ഇല്ലെങ്കിൽ നോർത്ത് കൊറിയ ഇല്ല. സത്യം. ഇത് കണ്ട, ഇവിടെ കംപ്ലീറ്റ് നോർത്ത് കൊറിയയുടെ ആൾക്കാർ വന്ന് വിൽക്കുന്നതാണോ അതോ നോർത്ത് കൊറിയൻ സാധനങ്ങളാണ് പക്ഷേ ചൈനക്കാർ വിൽക്കുന്നതാണോ എന്ന് ഒരു ഐഡിയ ഇല്ല. ഇതൊക്കെ എനിക്കൊന്ന് നോർത്ത് കൊറിയയിലെ കളിപ്പാട്ടം അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നത്. സ്പൈഡർമാനൊക്കെ ഇതൊക്കെ ചൈനയിൽ തന്നെ പോകുന്നതായിരിക്കും. പക്ഷെ നമുക്ക് ഇവിടെ ഒന്ന് കറങ്ങിയിട്ടുണ്ടല്ലോ. എന്താ അത് ഇടിക്കുന്ന സാധനം? ഇങ്ങനെ പിടിച്ചിട്ട് ഇടിക്കും. ഇവിടെ നോർത്ത് കൊറിയൻ സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്. അവിടെ പോയാൽ കുറച്ചും കൂടെ ഒത്തന്റിക് സാധനങ്ങൾ കാണാം. ഇതെന്തായാലും ജസ്റ്റ് നോർത്ത് കൊറിയയുടെ കുടിൽ വ്യവസായം കൂടെ ഒന്ന് കാണിക്കാമല്ലോ. ഇത് നോർത്ത് കൊറിയനെ പോലെ തന്നെയാണല്ലോ. ഇതെന്താ ഇത്? ബോംബ്. ഇത് ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ പറ്റില്ല, അറിയോ? ഇത് കള്ളാന്ന് തോന്നുന്നു കേട്ടാ. 52% വോളിയം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ആൻഡ് സിഗരറ്റ്സിന് കമ്പാരിറ്റീവ്ലി ഭയങ്കര റേറ്റ് ഒന്നും അല്ല കേട്ടോ. എല്ലാം കൊറിയൻ കമ്പനി എന്നൊക്കെ പറഞ്ഞ് കാണാം. സിഗരറ്റിൻ്റെ റേറ്റ് എനിക്ക് തോന്നുന്നു ഒരു 170 തൊട്ട് ഏറ്റവും എക്സ്പെൻസീവ്, എനിക്കൊന്ന് ഇതാണ് ഏറ്റവും എക്സ്പെൻസീവ്, ഒരു 350 രൂപ വരെയാണ് സിഗരറ്റ്സിൻ്റെ റേറ്റ്സ് ഒക്കെ വരുന്നത്. ഒരുപാട് ചൈനക്കാർ ബൾക്കായിട്ട് വാങ്ങിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും ഇത് എക്സ്ട്രാ ഫിൽറ്റർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതങ്ങനെ ഇംഗ്ലീഷിലൊക്കെ എഴുതുന്നത്, ലിമിറ്റഡ് എഡീഷൻ. എന്തായാലും കൊറിയൻ സിഗരറ്റ്സ് കുറേ ഉണ്ട് കേട്ടോ, നോർത്ത് കൊറിയൻ സിഗരറ്റ്സ്. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഐറ്റം ഇവരുടെ ഈ ഒരു എന്താ പറയുന്നത്, നമ്മുടെ ബാഡ്ജ് പോലത്തെ സംഭവമാണ്. കിം ജോങ് യുൻ്റെ ഒക്കെ ബാഡ്ജ് പോലത്തെ സംഭവം. ഇതാണ് എല്ലാവരും വിൽപ്പിക്കാൻ നോക്കുന്നത്. ജസ്റ്റ് ഒരു നോർത്ത് കൊറിയൻ സിഗരറ്റ് വാങ്ങി ഇവിടെ ആർക്കെങ്കിലും കൊടുത്തിട്ട് പോവാം. എനിക്ക് കൗതുകം കൂടിയിട്ടാണ്. കാരണം എന്താ അറിയോ, ഇതൊന്നും തുറന്ന എഫ്രി, ഇത് തുറക്കുന്ന രീതിയൊക്കെ കണ്ട. ഇവിടെ അടിയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരുവേ. എന്നിട്ട് എങ്ങനെയാ ഇങ്ങനെ സിഗരറ്റ് എടുത്തേന്ന് വരുമോ? ഓക്കെ, വരട്ടെ. നോക്ക്, ഇതാണ് നോർത്ത് കൊറിയൻ സിഗരറ്റ്. കാണാത്തവർക്ക് നമുക്ക് നമ്മുടെ ഹോട്ടലിലെ സ്റ്റാഫിന് കൊടുക്കാം, അതാ നല്ലത്. ഗൈസ്, സോ നോർത്ത് കൊറിയ പോകാനുള്ള ഫുൾ സെറ്റപ്പ് ആയിട്ടുണ്ട്. പാസ്പോർട്ട് അല്ല, ഇത് കൊറിയൻ കറൻസിയാണ്. സോ ഇതില് നോക്കിക്കാം, ഇങ്ങനെ കുറേ പൈസ ഉണ്ടല്ലോ.
ഇതില് കോടീശ്വരനായി. നമ്മുടെ സുഹൃത്ത് കിം ജോങ് യുൻ. സോ ഇതില് 5000. അല്ല, അത് കിം ജോങ് യുൻ അല്ലല്ലോ. അതല്ലോ. ആണോ? ഓക്കെ. പണ്ടത്തെ ഫോട്ടോ കുറച്ച് മെലിഞ്ഞിട്ട് ഫോട്ടോഷോപ്പ് ഒക്കെ ചെയ്ത 5000, 2000, 2000, 500, 200, 10,000. 5. പിന്നെ കുറച്ച് കോയിൻസ് ഒരു ഓർമ്മയ്ക്ക് ഇരിക്കട്ടെ, എടുത്തു വെച്ചോ. നല്ലതായിരിക്കും. ആൻഡ് ഗൈസ്, ഈ സൈഡിൽ മൊത്തം നമ്മൾ കാണുന്നത് ഇതുപോലെ നോർത്ത് കൊറിയൻ സാധനങ്ങൾ വിൽക്കുന്ന സൂപ്പർ മാർക്കറ്റ്സും കുറച്ച് നോർത്ത് കൊറിയൻ ഹൈ എൻഡ് റെസ്റ്റോറൻറ്റ്സും ആണ്. ഈ സൈഡിലൊക്കെ നമ്മുടെ നോർത്ത് കൊറിയ കാണാം. പക്ഷെ ഞാൻ പാലത്തിൽ കൂടെ പോകുമ്പോൾ ഞാൻ ക്ലോസ് ആയിട്ട് കാണിക്കാവേ. ഇത് ബോട്ട് റൈഡ്സ്. ഇതുപോലെ ബോട്ടിലും കയറി നമുക്ക് യാത്ര ചെയ്ത് നമ്മൾ ആദ്യമേ പാലത്തിൽ കൂടെ പോവാം. അതിൽ കൂടെ എത്ര കാണാൻ പറ്റും നോക്കാം. അത് കഴിഞ്ഞിട്ട് ബോട്ട് റൈഡും എടുക്കാം. കൊറിയ കാണിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ കാണിച്ചിരിക്കും. നോർത്ത് കൊറിയ അത് പ്രത്യേകം എടുത്ത് പറയണം. അത്രയും സാഹസകം വേണ്ട. എപ്പോൾ വെടികൊണ്ട് കിട്ടിയെന്ന് വെച്ചാൽ മതി. സോ പാലത്തിൽ കയറാനുള്ള ടിക്കറ്റ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാവേ. ഇതാണ് പാലം. ടിക്കറ്റ് എടുത്താൽ മാത്രമേ അതിൽ കയറാൻ പറ്റുള്ളൂ. എന്ത് സെക്യൂരിറ്റിയാന്ന് കണ്ട ഇവിടെ. അങ്ങനെ ഇത് പാട്ടൊക്കെ കണ്ട. നോർത്ത് കൊറിയൻ പാട്ടാന്ന് തോന്നുന്നു കേട്ടാ. ചൈനീസ് അല്ല ഇത്. എനിക്ക് തോന്നുന്നു ചൈനീസ് അല്ലാന്ന്. പക്ഷെ ഇത് ചൈനീസ് സൈഡിൽ ചിലപ്പോൾ ചൈനീസ് പാട്ടേ വെക്കുള്ളൂ. എന്താ ഇതല്ലേ, ഭയങ്കര സെക്യൂരിറ്റി. ബ്രിഡ്ജ് ഉണ്ടല്ലോ, പണ്ട് നമ്മുടെ മറ്റേ 2 സൈഡും തുറക്കുന്ന ബ്രിഡ്ജായിരുന്നു കപ്പലുകൾ പോകാനൊക്കെ ആയിട്ട്. പിന്നെ ഇപ്പൊ ഇവിടം വരെ ഉള്ളൂ ഈ ബ്രിഡ്ജ്. ഇവിടുന്ന് ജസ്റ്റ് ഒരു 300 മീറ്ററും കൂടെ കടന്നു കഴിഞ്ഞാൽ നോർത്ത് കൊറിയാണ്. നോക്ക്, അതിന്റെ സിനിമ വരെ വെച്ചിട്ടുണ്ട് അവരിവിടെ. ഇംഗ്ലീഷിലാ പറയുന്നത് കേട്ടാ. കൊള്ളാലോ. ഏത് പടാവോ? നമുക്ക് സൂം ചെയ്താലും ഏതെങ്കിലും ഒരു നോർത്ത് കൊറിയൻ ആളെ കാണാൻ പറ്റുമെന്നല്ലോ നോക്കണം. അത്രയും സൂം ചെയ്തിട്ടും ആരെയും കാണുന്നില്ലല്ലോ ഇവിടെ ഒന്നും. അതെന്താ ആരും കാണാത്ത? ഇതുപോലെ സെറ്റാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്, ടൂറിസ്റ്റിനെ പറ്റിക്കാൻ വേണ്ടി. അവരുടെ ഏറ്റവും എപ്പിക് ബിൽഡിംഗ് നോർത്ത് കൊറിയ കാണുന്നത് ഈ ഒരു ബിൽഡിംഗ് ആണ്. ഇത് ഫ്ലാറ്റ് ആണോ ഓഫീസ് ആണോ ഒന്നും അറിയില്ല. ബാക്കിയൊക്കെ ഞാൻ കേട്ടിരിക്കുന്നത് മൊത്തം ഗോഡൗൺസ് ആണ്. ഈ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ വെയർ ഹൗസ് പോലെ സ്റ്റോക്ക് ചെയ്യുന്നതും നോർത്ത് കൊറിയയുടെ സാധനങ്ങൾ ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഈ മൊത്തം കാണുന്നത്. പുതിയ കൺസ്ട്രക്ഷൻ ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ ഇത് ആൾക്കാരെ പറ്റിക്കാണോ എന്നറിയില്ല. കാരണം ഈ സമയത്ത് പോലും കൺസ്ട്രക്ഷൻ ഇല്ല. ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ പണി നടക്കുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ആയിരിക്കും ചിലപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത്. ഒരാളും ഇല്ല, ഒറ്റ ആളില്ല. അതെ അതെ അതെ, ആരും ഇല്ല. കണ്ടോ? എന്തായാലും ഇതാണ് ഗൈസ് നോർത്ത് കൊറിയ. അതെ, നിഗൂഢതകൾ നിറഞ്ഞ നോർത്ത് കൊറിയ. നിങ്ങൾക്ക് ഞങ്ങൾ ഉറപ്പ് തന്നെ, ഞങ്ങൾ രണ്ടുപേരും എന്തായാലും അതിന്റെ ഉള്ളിൽ കേറിയിരിക്കും. ഇതിനെല്ലാം നോർത്ത് കൊറിയയുടെ ഉള്ളിൽ കേറി 2-3 ദിവസം താമസിക്കും ഞങ്ങൾ. അതെ, ഉറപ്പാണ്. വാക്കാണ് അല്ലേ? ജെഫ്രിന്റെ വാക്കാണ് സത്യം. ദിലുവാണ് സത്യം. അയ്യോ, ഇനി എന്തായാലും പോണ്ടിരിക്കാൻ പറ്റൂല ഗൈസ്. സോ ഇവിടെ നിന്ന് നമുക്ക് നോർത്ത് കൊറിയയുടെ ഒരു ബിൽഡിങ്സും സ്ട്രക്ചറൊക്കെ കാണാൻ പറ്റി. ഇനി നമ്മൾ ബോട്ട് പിടിച്ച് കുറച്ചും കൂടെ അടുത്തേക്ക് പോവാം. ബോട്ട് കൂടെ പിടിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും കാണുവാണെങ്കിൽ അത്ര കണ്ടാൽ മതിയായിരുന്നു. നോർത്ത് കൊറിയയുടെ ആളെ കാണാം. ഇന്നലെ നമ്മള് ഇവിടെ ചൈനയില് നോർത്ത് കൊറിയയുടെ അമ്മച്ചീനൊക്കെ കണ്ടല്ലോ. നോർത്ത് കൊറിയയിൽ അതെ, അവിടെ വെച്ച് നിങ്ങൾ ആരെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ, ആഗ്രഹം. സോ നേരെ ബോട്ട് പിടിക്കുക, നോർത്ത് കൊറിയ സൈഡിലേക്ക് പോവാം. നമുക്ക് ഇവിടെ നിന്ന് കണ്ട ബസ്സുകൾ വരെ പാലത്തിൽ കൂടെ പോകുന്നുണ്ട്. ആ റോഡ് ബസ്സുകൾക്കാണ്. പക്ഷെ ഇതുപോലെ എനിക്ക് തോന്നുന്നു ബിസിനസ്സുകാരും അല്ലെങ്കിൽ ചൈനീസ് കൊറിയൻ വെയിട്രസസ് അവരൊക്കെ ആയിരിക്കും കൂടുതൽ ഇങ്ങോട്ട് ഈ ബസ്സിൽ കൂടെ യാത്ര ചെയ്യുന്നത്. രാത്രിയിൽ തിരിച്ചു പോകണം അങ്ങോട്ടേക്കായിരിക്കും. അങ്ങനെയും കാണും. രാവിലെ ഒന്ന് ഇവിടെ റെസ്റ്റോറൻറ്റ്സിൽ വർക്ക് ചെയ്തിട്ട് രാത്രി ചിലപ്പോൾ പോവായിരിക്കും. ബോട്ട് കയറുന്നതിന് മുമ്പ് ഇതുപോലത്തെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ സെസമി ബൺസും ബാർബക്യൂസ്, നോർത്ത് കൊറിയയിൽ നിന്നുള്ള കുറച്ച് സ്നാക്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. നോക്കാം, നമുക്ക് അതിനെന്തെങ്കിലും കോഫി എന്തെങ്കിലും കുടിച്ചിട്ട് വരാം. കോഫി കുടിച്ചിട്ട് കുറച്ച് എനർജി വെച്ചിട്ട് ഈ സാധനം കഴിക്കാം. ഒരു ബ്രേക്ക് എടുത്തു. ഭയങ്കര വിശപ്പ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. ഇപ്പോൾ 1 മണിയായി. ലോസൺ എന്ന് പറയുമ്പോൾ നമ്മുടെ 7-Eleven ഒക്കെ പോലെ ഒരു സെറ്റപ്പാണ്. പക്ഷേ ജപ്പാനിലൊക്കെ ലോസൺ ഇസ് സോ ഗുഡ്. അതുപോലെ തന്നെ ഒരു കിഡ്ലൻ സാൻഡ്വിച്ച്. യു ഗോട്ട് എഗ് ആൻഡ് ഹാമിൻ്റെ ഒരു സാൻഡ്വിച്ച്. അടിപൊളി.
ആൻഡ് 1 കൂൾ കോഫി. 2 പേരുടെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു 620 രൂപ. വെരി നൈസ്. പിന്നെ നമ്മുടെ മമ്മൂക്കയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പോർച്ചുഗീസ് എഗ് ടാർട്ട്, അത് ഇതെല്ലാം ഇതെല്ലാം കൂടെയാണ് 2 പേർക്ക് 630 രൂപ. വേഗം ആവട്ടെ, നമ്മുടെ നോർത്ത് കൊറിയ ബോട്ട് ഇപ്പൊ പോകും. കൈയാണ് ഇതിലും കൂടെ കണ്ടില്ലെങ്കിൽ ഇത് മൊത്തം ഡ്രാമയാണെന്ന് എനിക്ക് മനസ്സിലാവും. നമ്മുടെ രാമുജി ഫിലിം സിറ്റി പോലെ സെറ്റ് ആയിരിക്കും ചിലപ്പോ. മിക്കവാറും ഭാഗ്യം ഫുള്ളല്ലാത്തോണ്ട് നമുക്ക് ആ സൈഡും ഈ സൈഡും മാറി മാറി ഇരിക്കാം. ഓക്കെ, സോ നമ്മള് നമ്മുടെ യാത്ര തുടങ്ങുവാണ്. ആരെങ്കിലും കാണാൻ പറ്റുമോ നോക്കട്ടെ, സൂം ചെയ്ത് തന്നെ വെക്കാം. അവിടുത്തെ AC ഒക്കെ കാണുന്നുണ്ട് ബിൽഡിങ്സില്, പക്ഷെ ആൾക്കാർ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഞങ്ങള്. അതെ അതെ, ഒരാളെ കണ്ട് ജെഫ്രി, ഒരാളെ കണ്ട് അവിടെ നടന്നു വന്ന് കാണാം. അതെ, നോർത്ത് കൊറിയൻ പാട്രോളിംഗ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. സോ അങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നോർത്ത് കൊറിയൻ പോലീസാണ്. അപ്പാർട്ട്മെന്റ്സ് ഒന്നും വലിയ മോശമൊന്നുമല്ല അല്ലേ, അത്യാവശ്യം നല്ല ഒരു ചിലതില് അതെ എല്ലായിടത്തും കൺസ്ട്രക്ഷൻ നടക്കുന്ന പോലെ കാണിക്കുന്നുണ്ട്. പക്ഷെ ശരിക്കും എനിക്ക് തോന്നില്ല അങ്ങനെ കൺസ്ട്രക്ഷൻ വല്ലതും ഉണ്ടെന്ന്. വെറുതെ അതെ, ചില സ്ഥലത്ത് ലൈറ്റ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് രാത്രി കാണുമ്പോ. എവിടെ 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 വണ്ടികൾ അനങ്ങുന്നുണ്ട്, ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. എന്തൊരു ക്യൂരിയസ് ആണെന്നറിയാം എനിക്ക് നോർത്ത് കൊറിയയുടെ അകത്തേക്ക് കയറാനായിട്ട്. ഇവിടുത്തെ കാണുമ്പോൾ തന്നെ ഒരു മിസ്റ്റീരിയസ് ലാൻഡ് അല്ലേ നമ്മൾ ഈ കാണുന്നത്. അവിടെ എന്തോ കുക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അകത്തേക്ക് വരുമ്പോഴേക്ക് കുറച്ചും കൂടെ ആളനക്കൊക്കെ. ടാക്സി, നോർത്ത് കൊറിയൻ ടാക്സി ബാക്കി കണ്ടു കേട്ടാ. ടാക്സി കണ്ടു, ലോറി, അതെ ആൾക്കാരുണ്ട് വരുന്നത്, സൈക്കിൾ ഔട്ടി വരുന്നത്. ഇവിടെ മണൽ വാരൽ കുറെ നടക്കുന്നുണ്ട് തോന്നുന്നു കേട്ടാ. മൊത്തം കുറെ മണലിന്റെ സെറ്റപ്പ് ഒക്കെ ഇവിടെ കാണാം. അതുപോലെ തന്നെ എനിക്കൊന്ന് ഫിഷിംഗ് ഇവിടുത്തെ ഒരു മെയിൻ വരുമാന മാർഗം തോന്നുന്നു. കാരണം ഒരുപാട് ഫിഷിംഗ് ബോട്ട്സും ഉണ്ട്. ആൻഡ് ഈ ഫിഷ് ചിലപ്പോൾ അവർ പിടിച്ചിട്ട് അവർ ചൈനയ്ക്ക് തന്നെ ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുമായിരിക്കും, എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കുമായിരിക്കും. ചെറിയ കുടിൽ വീടുകൾ പോലെയാട്ടെ ഈ ഏരിയയിലൊക്കെ. ഈ സൈഡിൽ നോർത്ത് കൊറിയ കാണാം. അവരുടെ ലൈഫ് സ്റ്റൈലും അവരുടെ നമുക്ക് കണ്ടാലേ അറിയാം എന്തായിരിക്കും അവരുടെ ഒരു സിറ്റുവേഷൻ. പക്ഷെ നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചൈനയിലെ ഒരു ചെറിയ സിറ്റി ബൈ ചൈനീസ് സ്റ്റാൻഡേർഡ്സ്, ശരിക്കും നരകവും സ്വർഗവും പോലെ. നരകത്തിൽ ഇരിക്കണവര് സ്വർഗം കാണുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് എന്തായിരിക്കും അവരുടെ മനസ്സിൽ. അതിനേക്കാളും വിധം മരിച്ചു പോണതാ. നമ്മൾ ഏകദേശം ഒരു 15-20 മിനിറ്റ് ബോട്ട് യാത്രയുണ്ട്. എന്നിട്ടും നമുക്ക് അങ്ങനെ ഒരു ആൾ അനക്കവും ഇത്രയും ബിൽഡിങ്സ് വെച്ച് നോക്കുമ്പോൾ അത് വെച്ചിട്ടുള്ള ഒരാളനക്കവും ജീവിതവും ഒന്നും കാണുന്നില്ല. വണ്ടികളും ഒക്കെ വളരെ കുറവാണ്. എന്താണെന്ന് അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഒരാൾ നടന്നു പോകും ഇടയ്ക്കിടയ്ക്ക്. എനിക്കൊന്നും അങ്ങനത്തെ ആൾക്കാർ മാത്രമേ ഉള്ളൂ, പോലീസും ഒഫീഷ്യൽസും മാത്രമേ ഉള്ളൂ. അവസാനം കുറച്ച് ആൾക്കൂട്ടത്തിനെ കാണാൻ പറ്റി. പണിയെടുക്കുക കേട്ടാ, മണല് നോക്കിക്കൊണ്ട് പോവാ. കംപ്ലീറ്റ് പോലീസുകാരാണ് കേട്ടാ, വേറെ ആരും കാര്യമായിട്ട് കാണുന്നില്ല. പോലീസുകാരും പണിക്കാരും മാത്രമല്ല ഒരു ഫാമിലിയോ അല്ലെങ്കിൽ കുട്ടികളോ കടകളോ അങ്ങനത്തെ ഒന്നും ഈ ഒരു ഏരിയയിൽ കാണുന്നില്ല. ചിലപ്പോൾ പറഞ്ഞില്ല ഇതുപോലത്തെ ഒരു ബോർഡർ ആയതുകൊണ്ടായിരിക്കും ഒന്നും കാണാത്തത്. എന്നാലും നമ്മൾ ചൈനീസ് സൈഡിൽ നോക്കുമ്പോൾ അവിടെ ഫുൾ ഷോപ്സും പബ്സും ക്ലബ്സും എല്ലാം ഉണ്ട്. ഈ സൈഡിൽ നോക്കുമ്പോൾ ഒന്നുമില്ല. അതുപോലെ ഉണ്ട്, വലിയൊരു ജയിലിന്റെ മതിൽ പോലെ ഉണ്ട്. എനിക്കൊന്ന് ഇവർക്ക് നല്ല പണിഷ്മെന്റ്സ് ഒക്കെ. പെണ്ണുണ്ട് കേട്ടാ, അതൊരു പെണ്ണാ ജെഫ്രി, ഒരു പെണ്ണ് ഇങ്ങനത്തെ ഹാർഡ് ലേബർ ഒക്കെ എടുക്കുന്നത്. നമ്മുടെ നാട്ടിലും ഉണ്ട്, എന്നാലും ഡാർക്ക് കോൺട്രാസ്റ്റ് ആണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇത് നോക്കിക്കേ, ഒന്നുമില്ല കേട്ടാ. ഏതോ ഫാക്ടറി, പണിക്കാർ മാത്രമുണ്ട്, ഏതോ ഫാക്ടറി ഉണ്ട്. ഈ സൈഡ് നോക്കിക്കേ, ചൈനയിലെ ചെറിയൊരു ഗ്രാമത്തിലെ സെറ്റപ്പാ നോക്ക്. ജസ്റ്റ് ഒരു 2 കിലോമീറ്റർ വ്യത്യാസത്തിലേത്. ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കും കേട്ടാ. എന്തൊരു ആഗ്രഹമായിരിക്കും അവർക്ക് ജസ്റ്റ് ഒരു ബോട്ട് കയറി ഇങ്ങോട്ട് വരാനായിട്ട്. ഇവിടുത്തെ മെയിൻ പരിപാടി ഈ മണൽ വാരല് തന്നെയാ. അതിനായിരിക്കും ഇങ്ങനത്തെ ഷിപ്പും ബോട്ട്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻ ബേസ്ഡ് എന്തോ ആണ് ഇവിടെ നിന്ന് നടക്കുന്നത് തോന്നുന്നത്. ഇവിടെ നമുക്ക് പണിക്കാരൊക്കെ കാണാം, കുറച്ച് പണിക്കാരെ. മണൽ വാരുന്നുണ്ട് ഫ്രീ.
ഇതെല്ലാം ചൈന കൊടുത്ത എക്യുപ്മെന്റ്സ് ആയിരിക്കുള്ള പണി നോക്ക്. എല്ലാരും കിതച്ചു തോന്നുന്നു. നല്ല പ്രായമുള്ള മനുഷ്യനാട്ടോ അത്. പിന്നെ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്നതുകൊണ്ട് നമുക്കിതൊരു പുതുമയല്ല. അതേ പോലീസുകാർ ഇങ്ങനെ റൗണ്ട് എടുക്കും തോക്കും വെച്ചോണ്ട്. ഒന്ന് നോക്ക്, തോക്കുണ്ട് ഇവരുടെ കയ്യില്. പണിയെടുക്കുന്നുണ്ടോ നോക്കാനാ. ഇതൊന്നും നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊന്നും ഇല്ല കേട്ടാ. ഇത്രയും പെർമിഷനേ ഉള്ളൂ. നമ്മുടെ ബോട്ട് തിരിക്കുവാണ്. എന്തായാലും ഒരുവിധം മനസ്സിലായി നമുക്ക് നോർത്ത് കൊറിയയുടെ ലുക്കും ഫീലും ആൾക്കാരും ഏകദേശം ഒന്ന് കാണാൻ പറ്റിയല്ലോ. സന്തോഷമായി, ഭയങ്കര സന്തോഷമായി. ഇത് തിരിച്ച് നമ്മുടെ ഡഡോങ് സൈഡിലേക്ക് കാണുമ്പോൾ നോക്ക്, ഡിഫറൻസ് നോക്ക്. എന്താ അല്ലേ, ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ തിരിക്കുമ്പോൾ ഒന്നുമില്ലാത്തൊരു രാജ്യം. എന്തായാലും ഇങ്ങനെ ഇത്രയൊക്കെ ഭംഗിയായിട്ട് ഈ നോർത്ത് കൊറിയ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. അവിടെ ഉള്ളവർ അവിടെ വെച്ച് കാണിക്കാൻ സാധിച്ചു. അതെ, അത് ഭയങ്കര. എന്തായാലും ഞങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഈ സീരീസ് വിൽ ബി ദ മോസ്റ്റ് യുണീക് സീരീസ് വി ഹാവ് എവർ ഡൺ. ഫ്രം ദ ഫ്രോസൺ ഐസ് സിറ്റി ഇൻ ഹാർബിൻ ടു വിസിറ്റിംഗ് നോർത്ത് കൊറിയ. നമുക്ക് അകത്ത് കയറാൻ പറ്റിയില്ലെങ്കിലും ഉടനെ തന്നെ കയറുന്നതായിരിക്കും. പക്ഷെ ഇത്രയെങ്കിലും നമ്മൾക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി ആരും പറയരുത് കേട്ടാ, ഒരു ഹാപ്പി ഫാമിലി വെറൈറ്റി കൊണ്ടുവരുന്നില്ല. സാധാരണ സംഭവങ്ങളാണ്. നമ്മൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ ഫാമിലിക്ക് ഉള്ളത്, അഡ്വഞ്ചേഴ്സ് ആയിട്ടുള്ള ഞങ്ങൾ പോകുമ്പോൾ ഇതുപോലത്തെ കാര്യങ്ങൾ. സോ എല്ലാവർക്കും സോ അങ്ങനത്തെ കുറെ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ഏറ്റവും ബെസ്റ്റ് ഓഡിയോ വിഷ്വൽ ക്വാളിറ്റിയിൽ കൊണ്ടുവരുന്നതായിരിക്കും. ഈ വീഡിയോയിൽ ചിലപ്പോൾ അത്രയും ക്വാളിറ്റി കാണില്ല, കാരണം നമുക്ക് ഫോണിൽ സൂമിനൊക്കെ ചെയ്തിട്ട് എടുക്കേണ്ടി വരുന്നതുകൊണ്ട്. അല്ലെങ്കിൽ പറഞ്ഞില്ല, നമ്മൾ പുതിയ ക്യാമറയും പുതിയ മൈക്കൊക്കെ വെച്ച് സെറ്റ് ചെയ്തിരിക്കുവാണ്. സോ ഇനി നമുക്ക് റൂമിൽ പോയിട്ട് നമ്മുടെ അടുത്ത പരിപാടി പറയാം അല്ലേ. അത് വേൾഡിലെ ഓൺലി 8D, നമ്മൾ 3D 4D എന്നൊക്കെ കേട്ടിട്ടില്ലേ, വേൾഡ്സ് ഓൺലി 8D സിറ്റി എന്നാണ് പറയുന്നത്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് റൂമിൽ പോയിട്ട് പറയാം. പിന്നെ നോർത്ത് കൊറിയ ബോർഡറിലേക്ക് അടുക്കുമ്പോൾ ഇവിടെ കുറേ നോർത്ത് കൊറിയൻ സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്. സോ അതിൻ്റെ അകത്ത് ഞാൻ കേട്ടിരിക്കുന്ന മെയിനായിട്ട് സിഗരറ്റ്, ആൽക്കഹോള്, സൂവനിയേഴ്സ്, പെർഫ്യൂംസ്, ഇത്രയും സാധനങ്ങൾ വിൽക്കുന്നതായിട്ട്, പിന്നെ സ്നാക്സും. സോ ഞാൻ അതും കൂടെ കാണിച്ചു തരാം. നമ്മുടെ ഫുഡിൻ്റെ വ്ളോഗിൻ്റെ ഭാഗം തന്നെയാണല്ലോ സ്നാക്സും. സോ ഏതെങ്കിലും ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് കണ്ടിട്ട് അതിൻ്റെ അകത്തേക്ക് ഒന്ന് കയറാം. കൊറിയൻ സൂപ്പർ മാർക്കറ്റ്, നോർത്ത് കൊറിയൻ സൂപ്പർ മാർക്കറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആദ്യമേ തന്നെ ഇവർ ഏറ്റവും കൂടുതൽ വെച്ചിരിക്കുന്ന കള്ള, അതും വിലയൊക്കെ കണ്ട 550 രൂപയൊക്കെ ഉള്ളൂ. എനിക്കൊന്ന് ഇത് ഇവരുടെ ആണോ റഷ്യ ആണോ എന്നറിയില്ല. വോഡ്ക സെറ്റപ്പ് ആയിരിക്കും. ഇതൊക്കെ റഷ്യനായിട്ട് എനിക്ക് തോന്നുന്നത്. ഇത് നോർത്ത് കൊറിയൻ ബിയർ ആണ്, ആൻഡ് ഇത് നോർത്ത് കൊറിയൻ ലിക്കറുമാണ്. നമുക്ക് ബിയർ എന്തായാലും ഒരെണ്ണം വാങ്ങി ട്രൈ ചെയ്ത് നോക്കാം. അഭിപ്രായം പറയാ. എല്ലാം അഭിപ്രായം പറയാ. ഇതെല്ലാം നോർത്ത് കൊറിയൻ സാധനങ്ങൾ. അപ്പൊ ഇത് 2 മേടിച്ച് കഴിക്കും. ഇതാ ഇഞ്ചിയാ, ഇഞ്ചി കഴിക്കുമ്പോഴത്തേക്കും ഇതിൽ ഇഞ്ചി കഴിക്കും. ഇതൊക്കെ നോർത്ത് കൊറിയയിലെ എന്തോ സംഭവങ്ങളാണ് കേട്ടോ. എന്താന്ന് മനസ്സിലാവുന്നില്ല. വല്ല ഐവറി വല്ല ആയിരിക്കും. കുളിക്കുന്ന സാധനമാ. ജെഫ്രിന് അത്യാവശ്യം കേട്ടാ, കഴുത്തിലെ സാധനങ്ങള് കളയാനായിട്ട്. ആ സൗണ്ടും കൂടെ ഉണ്ടാക്കണം. ആനയുടെ അല്ല, ജയിലിൽ പോവും കേട്ടാ. നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ ഒക്കെ റഷ്യ. എനിക്ക് ഒരു കാര്യം ഉറപ്പായി, നോർത്ത് കൊറിയയില് വെള്ളമോടി സിഗരറ്റ് വലി മാത്രമേ ഉള്ളൂ. ഇൻഡസ്ട്രി, സ്വന്തമായിട്ടുള്ള ഇൻഡസ്ട്രി. നോർത്ത് കൊറിയയുടെ സോപ്സും ഉണ്ട്. സോ എനിക്ക് തോന്നുന്നു ഇത് എസെൻഷ്യൽ ഓയിൽസും റിയൽ ഫ്ലവേഴ്സും വെച്ച് ഉണ്ടാക്കുന്ന ഒരു സോപ്പാണ്. ഗ്ലിസറിനൊക്കെ വെച്ച്. റേറ്റ് വലിയ കുഴപ്പമില്ല. 220 രൂപ ഒരു സോപ്പിന്. ഇതെന്തായാലും ഒരെണ്ണം വേണമെങ്കിൽ എടുക്കാം. കൊറിയക്കാരുടെ സോപ്പ് എടുത്തില്ല എന്ന് വേണ്ട, എല്ലാം എടുത്തിട്ടുണ്ട്. സോപ്പും ഉണ്ട്, ബിയറും ഉണ്ട്. ബിയർ അടിച്ചിട്ട് സോപ്പ് തിന്നരുത്. കൊറിയക്കാരെ നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്താ സംഭവിക്കുന്നത്. എനിക്ക് സത്യം പറയുക, ഈ ബോട്ടിലിന് വേണ്ടി ഈ കുപ്പി വാങ്ങണമെന്നുണ്ട്, ഗ്രനേഡും ബോംബൊക്കെ. പക്ഷെ ഞാൻ കേട്ടിരിക്കുന്നത് ഇത് ഫ്ലൈറ്റില് ചിലപ്പോ അവര് പിടിച്ചു വെക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ഇത് വാങ്ങിയാന്. ഏത്? അത് റഷ്യ. ഇവിടെ ബ്ലൂബെറി ഉണ്ടായിരുന്നു, അത് ഫുൾ തീർക്കാതെ വിടുന്നില്ല. ഒരെണ്ണം ബാക്കി വെച്ചപ്പോ അതും കൂടെ കഴിച്ചിട്ട് പോവാൻ. പക്ഷേ എനിക്ക് വേണ്ടി ജെഫ്രി എന്നെ പ്രാഗിക്കൊണ്ടാണെങ്കിൽ അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോർത്ത് കൊറിയൻ ബിയർ. ഇതൊക്കെ ഒരു ഭാഗ്യമല്ലേ? സ്മൂത്ത് ആണോ, സ്ട്രോങ് ആണോ? സ്ട്രോങ് ഒന്നുമല്ല, സ്മൂത്ത് ആണ്. കുടിക്കാൻ ഇച്ചിരി പാടാ. ജസ്റ്റ് ടേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, മതി. അപ്പോൾ ഗൈസ്, ഞങ്ങൾ തിരിച്ച് റൂമിലൊക്കെ എത്തി.
എന്തായാലും ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ ഇത്രയും അടുത്ത് കാണാൻ പറ്റിയത്. പക്ഷേ ജെഫ്രിൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്രോമിസ് ആണ്, ആസ് സൂൺ ആസ് നോർത്ത് കൊറിയ, ഞങ്ങൾ അതിനുള്ള എല്ലാ കോൺടാക്റ്റും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആസ് സൂൺ ആസ് നോർത്ത് കൊറിയ ഓപ്പൺസ് നമ്മൾ നിങ്ങളുടെ നോർത്ത് കൊറിയയുടെ അകത്തേക്ക് തന്നെ കൊണ്ടുപോയിരിക്കും. ഇപ്പം ഹൗ മച്ച് എവർ ഹാർഡ് വി ട്രൈ, ഇറ്റ് ഇസ് ദ ക്ലോസസ്റ്റ് വി കുഡ് ഗെറ്റ്. ശരിക്കും ആക്ച്വലി ഈ 2025 അവർ ഓപ്പൺ ആയിരുന്നു. ആൻഡ് ജസ്റ്റ് റീസെൻ്റ്ലി എനിക്കൊന്ന് ജാനുവരി കണ്ടാണ് അവരിതിൻ്റെ എൻട്രൻസ് ക്ലോസ് ചെയ്ത്. പിന്നെ ഞങ്ങൾ വരുന്ന ടൈമിൽ ആ ഫെബ്രുവരി എൻ്റെയൊക്കെ ആകുമ്പോഴേക്കും അവർ തുറക്കും എന്ന് പറഞ്ഞു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഹാപ്പൻ. പക്ഷെ ഞങ്ങൾ ഉടനെയല്ല, എപ്പോഴാണോ നോർത്ത് കൊറിയ ഓപ്പൺ ആവുന്നത് അപ്പോൾ തന്നെ വീണ്ടും ഇവിടെ വന്ന് ഇവിടുന്ന് അകത്തേക്ക് പോകുന്നതായിരിക്കും. അന്ന് വ്ളോഗ് ചെയ്യാൻ പറ്റുമോ ഇല്ലയൊന്നും അറിയില്ല. പക്ഷേ ലെറ്റ് സി, ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഒരാൾ ഇതേ നോർത്ത് കൊറിയയിൽ പോയി വന്ന ക്ഷീണത്തിൽ കിടന്ന് ഉറങ്ങുവാണ്, നേരെ വന്ന് കട്ടില്. അപ്പൊ നാളെ നമ്മൾ ഇവിടുന്ന് നമ്മുടെ യാത്ര എങ്ങോട്ടാണ്? ആ ഒരു 3D അല്ലേ, 8D സിറ്റി. 5D, അതെ. പക്ഷെ നെറ്റിലൊക്കെ നോക്കുമ്പോ 8D ആണ്. അപ്പൊ അതൊരു കിടിലൻ സ്ഥലമായിരിക്കും. പക്ഷെ അവിടെ വരെ എത്തുന്നത് ഒരു കിടിലൻ യാത്രയിലും ആയിരിക്കും. അപ്പൊ അതൊക്കെ ആയിട്ട് നമുക്ക് നാളെ വരാം. അതുവരെ സ്റ്റേ ഹെൽത്തി, ബൈ.